നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം RC ഗാർഡനിലേക്ക് സ്വാഗതം. എല്ലായിടത്തും നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ നല്ല ആവേശത്തോടെ നിൽക്കുകയായിരിക്കും അല്ലേ? മഴ അവിടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് ജൈവവളം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2 ആഴ്ച 2.5 ആഴ്ചയേ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ പറ്റുന്ന പോലൊക്കെ അവർക്ക് ജൈവവളങ്ങളൊക്കെ കൊടുത്ത് അവരെ ഒന്ന് ആരോഗ്യകരമാക്കി എടുക്കുക. പിന്നീട് നമുക്കിനി പോകേണ്ട രാസവളത്തിലേക്കാണ്, അതായത് കെമിക്കൽ ഫെർട്ടിലൈസർ. മഴ നല്ല രീതിയിൽ വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ജൈവവളം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് കൊടുത്താൽ എന്താ കുഴപ്പമെന്നറിയാമല്ലോ, ഫംഗസ് കയറി പിടിച്ച് നമ്മുടെ പ്ലാന്റുകളെല്ലാം നാശമായി പോകും. അപ്പോൾ നമ്മളിന്നും ഒരു വളം കൊടുക്കാനാണ് പോകുന്നത്. ജൈവവളമാണ്. അത് ഈ വളർച്ചയില്ല എന്നൊക്കെ പറയുന്ന ഓർക്കിഡ് നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളരാനുള്ള ഏറ്റവും നല്ലൊരു വളമാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വളം. മനസ്സിലായി കാണുമ്പോഴല്ലോ എന്താണെന്നുള്ളത്. നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. അപ്പം നമുക്കിവനെ ഒന്ന് റെഡിയാക്കി ഒക്കെ എടുത്തിട്ട് വരാം. ഇതിങ്ങനെ ഏതായാലും കൊടുക്കാൻ പറ്റുള്ളൂ, അറിയാമല്ലോ നിങ്ങൾക്ക്. നമുക്കവനെ ഒന്ന് ഉഷാറാക്കി എടുക്കണ്ടേ, ഇട്ട് വരാം. അപ്പം നേരത്തെ കാണിച്ച നമ്മുടെ ആ ശീമക്കൊന്നയുടെ ഇല ഞാൻ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലയൊക്കെ ആ തണ്ടുകളിൽ നിന്ന് ഊരി, അതായത് അടർത്തി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം അത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം വെള്ളവും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നിങ്ങളെ അരയ്ക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അത്രയും വലിയ തണ്ടിൽ നിന്ന് അതിൻ്റെ ഇലകൾ മാത്രമായിട്ട് ഊരിയെടുത്ത് തണ്ട് ദൂരെ കളഞ്ഞു. അല്ലെങ്കിൽ തണ്ടൂടെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പറ്റുന്നുണ്ട് നന്നായിട്ട് അരിഞ്ഞ് കിട്ടുകയില്ല. ഇല മാത്രമാണെങ്കിലേ അരിഞ്ഞ് കിട്ടുകയുള്ളൂ. പക്ഷേ ഇത് ഇതുപോലത്തെ തളിര് ഇലകളൊക്കെ ഉണ്ടല്ലോ, തളിര് തണ്ട് ഇലയൊക്കെ, ഇതൊക്കെ ഇതിനകത്ത് അരിഞ്ഞു പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം അത് ചെയ്തിട്ട് വരാം. ഓക്കെ. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇലയൊക്കെ നമ്മളത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയുണ്ട് ഇതിനകത്ത്. നമുക്കിത് ഡൈല്യൂട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് പ്ലാന്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഇല എടുത്തത്. നിങ്ങളുടെ ചെടിയുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് അത്രയും ഇല എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അതനുസരിച്ച് ഇല എടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഞാനെടുത്ത അത്ര ഇല തന്നെ നിങ്ങളും എടുക്കണം അങ്ങനെയുള്ള കണക്കൊന്നുമില്ല. ജൈവവളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെ അതിന് കൊടുക്കാം. എനിക്ക് പ്ലാന്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. ഇനി നമുക്കിത് നല്ല രീതിയിൽ അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ വളം ഇവിടെ ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബക്കറ്റ് ഫില്ലാക്കി നന്നായിട്ട് അത് അരിച്ചായിരുന്നു കേട്ടോ. അരിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു കുറേ വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പിശിട് ഇത്രയും കിട്ടി നമുക്കിത്. ഇത് നമ്മൾ വെറുതെ കളയേണ്ട, നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡോ മറ്റുള്ള റോസോ അങ്ങനെയുള്ള ചെടികളുടെ ഒക്കെ ചോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ദൂരെ കളയേണ്ട, ഇതിനൊക്കെ വളമുണ്ട്. ഇത് ചുമ്മാ അതിൻ്റെയൊക്കെ ചോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഓർക്കിഡിന് കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ അരിച്ച് കൊടുക്കണം. നമ്മൾ സ്പ്രെയറിലല്ലേ, സ്പ്രേ ചെയ്തല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് അരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ സ്പ്രെയറിലേക്ക് ഇത് ഒഴിച്ചിട്ട് വരാം, എന്നിട്ട് കാണാം ബാക്കി. അപ്പം ഇവിടെ നമ്മുടെ വളമെല്ലാം സെറ്റായി നമ്മുടെ സ്പ്രെയറിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് അറിയാലോ സ്പ്രേ ചെയ്യുന്നത്, മൊത്തം തണ്ടും ഇലയും എല്ലാം നനയത്തക്ക രീതിയിൽ നമ്മളിതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോയുടെ ഭാഗത്ത് ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഞാൻ രാവിലെ 4:30 തുടങ്ങിയ അധ്വാനമാണ് ഇതിൻ്റെ പുറകെ. അതുകൊണ്ടാണ് ആദ്യത്തെ സമയത്ത് ഇച്ചിരി ക്ലാരിറ്റി കുറവ്. ഇപ്പം മണി 6:30 അല്ലെങ്കിൽ എനിക്കറിയാം ഇന്ന് ഈ പണിയൊന്നും തീർത്തിട്ട് എനിക്ക് വേറൊരു പരിപാടിയിലേക്ക് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് രാവിലെ ഞാൻ 4:30 തന്നെ ഇതിൻ്റെ പുറകെ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് ഭാഗം ഇച്ചിരി ക്ലാരിറ്റി കുറവ് കേട്ടോ. അത് നിങ്ങളൊന്ന് എന്നോട് ഒന്ന് സദയം ക്ഷമിക്കുക. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മളുടെ ഈ ചെടി നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം നമ്മൾ ഏത് വളവും കൊടുക്കാൻ. നനയ്ക്കാതെ കൊടുക്കരുത്. ഞാനതൊക്കെ ഓർപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് മറന്നു പോകരുത്. ഞാനത് നനയ്ക്കുന്നത് നിങ്ങളെ കാണിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളത് മറന്നു പോകരുത്. പിന്നെ ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്കൊക്കെ ആക്കി വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 4:30 എഴുന്നേറ്റാണ് ഞാൻ ഈ വളമൊക്കെ റെഡിയാക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഉപകാരമായി ഈ വീഡിയോ, കുഴപ്പമില്ലാത്ത ചാനലാണെന്ന് തോന്നുന്നുള്ളവർ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. നമ്മുടെ RC ഗാർഡനിലെ ഒരു അംഗമാകാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കണ്ടുമുട്ടാം.